ഹലോ, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം കാമുകയായിട്ട് ഒരു സിനിമയ്ക്ക് പോവാണ്. രാവിലെ വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും മുഖം വാട്ടിയിരിക്കുന്ന അച്ഛമ്മനെയാണ് കണ്ടത്. മറുഭാഗത്ത് പുഞ്ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന അമ്മമ്മ. അങ്ങനെ ഇപ്പൊ ഞാൻ വണ്ടിയെടുത്ത് വെളിയിൽ ഇറങ്ങി. അച്ഛമ്മനോടുള്ള സ്നേഹം കുറയോന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈഗോ പ്രശ്നമാണ് അച്ഛമ്മയ്ക്ക്. അങ്ങനെ ഇപ്പൊ കാമുകിനെ പിക്ക് ചെയ്ത് 72 കിലോമീറ്റർ അപ്പുറത്തുള്ള തമിഴ്നാട് തിയേറ്ററിലാണ് സിനിമയ്ക്ക് പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് കോളേജിൽ പഠിക്കുമ്പോൾ എപ്പോഴും ബസ് കയറി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ ഗേൾ ഫ്രണ്ട് രാവിലെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഈ കാണുന്ന ബനിയൻ എനിക്ക് മാച്ച് ഇല്ല, ടൈറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്റെ കോസ്റ്റ്യൂമിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തുറന്നൊരു വഴിയോര കടയിൽ നിന്ന് ഒരു ബനിയൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ രണ്ടുപേരും കൂടെ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് പഴനി എന്നുള്ള പേര് കണ്ടപ്പോൾ വെറുതെ പഴനി പോയി ചായ കുടിച്ചിട്ട് വന്നാലോ എന്ന് തോന്നി. പക്ഷെ സിനിമയ്ക്ക് പോയിട്ട് കുറെ ആയില്ലേ എന്ന് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് പോകണം. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി ഞാൻ തന്നെ പാടും. അത് നന്നായിട്ട് എന്ന് പറഞ്ഞ ഏക ആൾ ഇവളാണ് കേട്ടോ. അങ്ങനെ പൊള്ളാച്ചി റോഡ് ഈ റോഡിൽ കൂടെ ബൈക്കിൽ പോകാൻ പ്രത്യേക സുഖമാണ്. അങ്ങനെ ഇപ്പൊ സ്ഥിരം അമ്മന്റെ കടയിലേക്ക് വന്ന് ഓരോരോ ചായ പറഞ്ഞ് ചായ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഉമ്മർത്ത് കാണുന്ന ബുക്കിൽ ഈ വീടുത്തെ കുട്ടി വരച്ച ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ചായ വന്നു. അത് വാങ്ങിച്ചെടുത്തപ്പോൾ കുടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട അത് സംസാരിച്ചിരിക്കുകയാണ്. ശരിക്കും നേർത്തിയിട്ട് ബനിയനും കാട്ടി ഈ ബനിയും കുഴപ്പമില്ല തോന്നുന്നു എനിക്ക്. പിന്നെ സിനിമ ഷോ തുടങ്ങി ഇനി ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഇതുപോലത്തെ റോഡിൽ തമാശകൾ പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ പറയണ ആരും ചിരിക്കാത്ത കോമഡിക്ക് വരെ ഇവള് ചിരിക്കും. അതാണ് ഫുള്ള് സപ്പോർട്ടാണ്. പിന്നീട് ഒരു ഹോട്ടലിൽ പോയി പൊറോട്ട വാങ്ങിച്ചു. ഇവിടുത്തെ പൊറോട്ടിനൊപ്പം കച്ചമ്പർ വരെ കിട്ടും. കച്ചമ്പറും പൊറോട്ടയും കുഴപ്പമില്ല, നല്ല കോമ്പോയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ച് ഇറങ്ങി. 170 രൂപയാണ് ബില്ലായത്. പിന്നെ സിനിമയ്ക്ക് ഇനിയും സമയമുള്ളതുകൊണ്ട് ബേക്കറിയിൽ ചായ കുടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ഒരു ബ്രദറിനെ കണ്ടു. അത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് പാർക്കിങ്ങിന് 20 രൂപ വാങ്ങിച്ചു. എന്റെ കാമുകി ആദ്യമായിട്ടാണ് ഇതുപോലത്തെ തിയേറ്ററിലൊക്കെ സിനിമയ്ക്ക് വരുന്നത്. ശേഷം അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നു രണ്ടുപേര് സിനിമയ്ക്ക് വലിയ ക്രൗഡൊന്നും ഇല്ല. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ പരസ്യം കഴിഞ്ഞ് ഈ എഴുതി കാണിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഇതാണ് ഈ സിനിമയിൽ നായകൻ. നല്ല അടിപൊളി +2 ലൈഫുള്ള കോമഡിയുള്ള മൂവി. ഇന്റർവ്യൂലായി പോപ്കോൺ വാങ്ങാൻ വേണ്ടി പോവാണ്. 260 രൂപയാണ് പോപ്കോൺ ആയത്. അങ്ങനെ പോപ്കോൺ കഴിച്ച് സിനിമ കാണുകയാണ്. ഇത് കണ്ടപ്പോൾ +1 +2 ലൈഫിൽ 5-6 പേരിന് ത്രൂ ലവ് ആയി പ്രപ്പോസ് ചെയ്ത് ഓർമ്മ വന്നു. അങ്ങനെ വിത്ത് ലവ് എന്ന് പറയുന്ന നല്ല സിനിമയും കണ്ടു കഴിഞ്ഞ് വണ്ടി എടുത്ത് നല്ല റാവുത്തർ ബിരിയാണിയും കഴിച്ചപ്പോൾ കമ്പങ്കോളും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി രാവിലെ കയറി അമ്മന്റെ കടയിൽ കയറി വീണ്ടും ചായ കുടിച്ച് സംസാരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇടയ്ക്ക് മുഖം ഒന്ന് കഴുകി രാവിലെ എടുത്ത ഡ്രസ്സ് കടയിൽ നിന്ന് വീണ്ടും വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കാമുകനെ കൊണ്ടാക്കി വീടെത്തി. രാവിലെ പോകുമ്പോൾ അച്ഛമ്മ എങ്ങനെ ഇരുന്നോ അതേപോലെയാണ് തിരിച്ചു വരുമ്പോഴും ഇരിക്കുന്നത്. അമ്മമ്മന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്താണാവപ്പ? അപ്പൊ ശരി, ഇവന്റെ പ്രശ്നം എന്താ ചോദിച്ചൊന്ന് പരിഹരിക്കട്ടെ. വേറെ വീഡിയോ ആയിട്ട് വരാം.